ഹലോ ഗൈസ്, വെൽക്കം ടു ജി ശ്രീനു ദ ട്രാവൽ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മളൊരു വൺ ഡേ ട്രിപ്പ് പോകാമെന്ന് പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഇറങ്ങിയേക്കാണ്. ഇന്നത്തെ വെതർ കുഴപ്പമില്ല. ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ജർമ്മനിയുടെ റെയിൽവേ സ്റ്റേഷൻ. ഇങ്ങനെയാണ് കേട്ടോ, നാട്ടിലെ പോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷൻ കുറച്ച് ബോറായിട്ട് കിടക്കുന്നു. ആ കിടക്കുന്ന പച്ച ട്രെയിൻ കണ്ടില്ലേ? എന്തെങ്കിലും ഒരു സിമിലാരിറ്റി തോന്നുമ്പോൾ വന്ദേ ഭാരത് പോലെ ഇല്ലേ? സോ ഇവിടുത്തെ റെയിൽവേ ആണിത്. സോ അവിടെ നിന്ന് നമ്മളൊരു ട്രെയിൻ എടുത്തിട്ട് നേരെ ഹലോ മച്ചന്മാർ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ജർമ്മനിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള. ജർമ്മനിയിൽ ഒരുപാട് പാർക്കുകളൊക്കെ ഉണ്ട്, സുന്ദരമായിട്ടുള്ള പാർക്കുകളൊക്കെ ജർമ്മനിയിലുണ്ട്. അതിൽ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ ഗാർഡൻ്റെ എൻട്രിയാണ് നിങ്ങൾ കാണുന്നത്. നോക്കൂ ഗൈസ്, ഇതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. തികച്ചും സൗജന്യമാണ്, ടിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ബട്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ മാത്രമല്ല, അതിനകത്ത് സൂ ഒക്കെ ഉണ്ട്. പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ നമ്മൾ എക്സ്ട്രാ കാര്യങ്ങൾ എന്തിന് പോയാലും എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. പക്ഷെ വളരെ സുന്ദരമായിട്ടുള്ള സ്ഥലം, ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബൊട്ടാണിക്കൽ ഗാർഡനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രകൃതിയോട് ഇണങ്ങി കിടക്കുന്നതും അപൂർവമായിട്ടുള്ള നമുക്ക് ചെടികളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, വളരെ റെയറായിട്ടുള്ള ഒരുപാട് വിശിഷ്ട ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റുകളെ കൊണ്ട് സന്തുഷ്ടമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ കാണുന്നതൊക്കെ. ചിലതൊക്കെ വേനൽക്കാലത്ത് പൂക്കുന്നതുകൊണ്ട്, ചിലതൊക്കെ ഈ വിൻ്റർ കാലത്ത് പൂക്കുന്നതുകൊണ്ട്, ചിലതൊക്കെ ഇല പൊഴിഞ്ഞ് നിൽക്കുന്നതുണ്ട്. അങ്ങനെ ഭയങ്കര മനോഹരമായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു കൊളോണിയൽ സ്റ്റൈലൊക്കെ ഇതിനുണ്ട്. അതുമാത്രമല്ല, ലോകത്തെ പല വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച പലതരത്തിൽപ്പെട്ട ചെടികളും വൃക്ഷങ്ങളും മരങ്ങളും ഒക്കെയും ഇവിടെ ഉണ്ട്. ഇത് മുഴുവനും ഒരു ജൈവ സമ്പത്ത് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഒരു എക്സാക്ട്ലി നമുക്കൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് വിളിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കത് അതിൻ്റെ അകത്തുകൂടെ നടക്കുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യും. ആ ഒരു നാച്ചുറലിൻ്റെ ഒരു ഫീല്, ഒരു ആ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടും. ഇവിടെ കൂടെ നടക്കുമ്പോൾ നല്ല ഒരു വൈബാണ്. അതുമാത്രമല്ല, വെതർ ഭയങ്കര ബാഡായിട്ടുള്ളൊരു വെതറായിരുന്നു, ഒടുക്കത്തെ മഴയായിരുന്നു. എന്നിരുന്നാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സെറ്റപ്പാണ് ഇവിടെ. അതുപോലെ ഈ കാണുന്ന മരങ്ങളൊക്കെ പൈൻ മരങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ. അതുപോലെയുള്ള വലിയ പ്രായം ചെന്ന മരങ്ങളാണ്. നല്ല പ്രായം, എനിക്കൊന്ന് സെക്കൻഡ് വേൾഡ് വാറിലുണ്ടായിരുന്ന മരങ്ങളായിരിക്കാം. അതൊക്കെ കണ്ട് കഴിഞ്ഞു പോയ മരങ്ങൾ, എത്രയോ പേരുടെ ശതാബ്ദി കണ്ട മരമായിരിക്കും ഈ കിടക്കുന്നതൊക്കെ. വളരെ സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് ഇത്. പക്ഷെ വെതറിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നല്ല വെതറുള്ള സമയങ്ങളിൽ ഇവിടെ വരുന്നവർക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് ഇത്. അതുമാത്രമല്ല, ഇങ്ങനെയുള്ള ഈ നാച്ചുറലായിട്ടുള്ള ചെടികളുമായിട്ട് മരങ്ങളുമായിട്ട് ഇടപഴകുവാനായിട്ട്, കാണുവാൻ ഇഷ്ടപ്പെടുവാനായിട്ട്, ഡിഫറെൻറ്റ് വെറൈറ്റി പ്ലാന്റ്സിനെ പറ്റിയൊക്കെ അതിനെപ്പറ്റി അറിയാനൊക്കെ ആയിട്ട് താല്പര്യമുള്ളവർക്ക് വളരെ സുന്ദരമാണ് ഈ സ്ഥലം. അതുമാത്രമല്ല, ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ്. ഒരുപാട് ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നടക്കാനൊക്കെ പോകുന്ന നല്ല ഒരു, നമ്മുടെ നാട്ടിൽ ഒട്ടും കാണാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. ഇവിടെ ജർമ്മനിയിൽ വളരെ റെയറായിട്ട്, വളരെ ജർമ്മനിയിൽ എവിടെ നോക്കിയാലും പാർക്കുകളും വിധാനങ്ങളും അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഫാമിലിയായിട്ട് നടക്കാനും ഇരിക്കാനും ഒക്കെ ഇതുപോലെയുള്ള സ്ഥലങ്ങളുണ്ട്. നാട്ടിൽ നമുക്ക് സ്ഥലങ്ങളില്ല എന്നുള്ളതാണ് ഒരു പച്ചയായ പരമാർത്ഥം. നമുക്കിതുപോലുള്ള പാർക്കുകൾ, നാട്ടിൽ മെച്ചപ്പെട്ട പാർക്കുകളൊക്കെ ഉണ്ടാകണം. ആൾക്കാർ ഒരുപാട് പേര് ഒരു സോഷ്യലൈസ് ചെയ്യാൻ പറ്റിയ ഒരിടമാണ്. ആൾക്കാർക്ക് നടക്കാനും കാണാനും പ്രകൃതിയോട് ചേർന്നിരിക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണിത്. അങ്ങനെ ഞാൻ തളർന്ന് ഒരു കോഫി കുടിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതാണ് അവിടെ തന്നെ ആ പാർക്കിൻ്റെ അകത്തുള്ള ഒരു കഫയാണ്. ചായ കോഫിക്കൊക്കെ കൊടുക്കത്ത കാശാണ്, അറിയാലോ.
അതിൻ്റെ തൊട്ട് കൂടെ ചേർന്ന് കോഫി കുടിച്ചിട്ട് ഇതിനെ തിരിച്ച് വരുന്ന വഴിയിൽ ഉള്ള വ്യൂസാണ്. ആ കാണുന്നതാണ് കോഫി ഷോപ്പ്. ഇത് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെ നിന്നൊക്കെ ഇവർ ചെടികൾ കൊണ്ടുവച്ചേക്കണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എല്ലാ ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള നമുക്കെല്ലാം നമ്മുടെ നാട്ടിലുള്ള ചെടി വരെ അവിടെയുണ്ട്, ഉള്ളി വരെയുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ചെടികളും കൊണ്ട് നട്ട് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുഷ്പയിലെ റെഡ് സാൻഡിലിൻ്റെ ഇനത്തിൽപ്പെട്ട വേറെ എന്തെങ്കിലും ചെടിയായിരിക്കും. അല്ല, കണ്ടില്ല, റെഡ് കണ്ടില്ലേ? അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ വെറൈറ്റി ആയിട്ടുള്ള മരങ്ങളും ചെടികളും ഈ കാണുന്നുണ്ടല്ലോ. ഇതൊക്കെ വളരെ റെയറായിട്ട് കാണപ്പെടുന്ന ഒരു ചെടിയാണ്. ഇപ്പോഴൊന്നും ഇതില്ല. ഇത് പണ്ടത്തെ കാലത്തുണ്ടായിരുന്നത്, ഐൻസ്റ്റീൻ്റെ കാലത്തുണ്ടായിരുന്നതാണ്. ഇപ്പോഴൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. അതുപോലെ ഇവിടെ ഇതിനെപ്പറ്റി ഒരുപാട് സ്റ്റുഡൻസുകളൊക്കെ വേറുണ്ട്. ഒരുപാട് വിചിത്രമായിട്ടും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ചെടികളും പ്ലാന്റുകളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി പഠിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇത്രയും മനോഹരമായിട്ടുള്ള അനുഭൂതികൾ ലഭിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പാർക്കുകളിൽ ഇടയ്ക്കൊക്കെ നടക്കാനൊക്കെ പോകണം, ഇരിക്കാനൊക്കെ പോകണം എന്നെങ്കിലേ നമുക്കത് കിട്ടത്തുള്ളൂ. സോ ഇന്ന് നിങ്ങൾ കണ്ടത് ജർമ്മനിയിൽ തന്നെ വളരെ മനോഹരമായ പാർക്കുകളിൽ ഒരു പാർക്കാണ്. സോ തുടർന്നും നമുക്കിതുപോലുള്ള നല്ല പാർക്കുകൾ, നല്ല ഏരിയകളൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം, നിങ്ങൾ ജർമ്മനിയെ പറ്റി എന്താണ് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്നത്, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ സജഷൻസ് നിങ്ങൾ കമൻസിൽ പറയുകയാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. സോ തുടർന്ന് എൻ്റെ വീഡിയോകൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ ട്യൂൺ വിത്ത് GS Renu, the travel vlogger. So നെക്സ്റ്റ് ജർമ്മനിയിലെ അടിപൊളി സ്ഥലങ്ങളുമായിട്ടുള്ള ഒരു അടിപ്പൻ വീഡിയോ വരുന്നുണ്ട്. നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കാണിച്ചു കൊടുക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.